ഹലോ, അപ്പം ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഫസ്റ്റ് ഡേ ഇൻ ലൈഫാണ് കേട്ടോ. ഇന്നെനിക്ക് ലേറ്റായിട്ട് കയറിയാൽ മതിയായിരുന്നു, 9:15 കയറിയാൽ മതിയായിരുന്നു കേട്ടോ. അപ്പോൾ അതായിരുന്നു താമസിച്ചിട്ടുള്ള റീസൺ. പക്ഷേ ഈ ലൈറ്റ് അത് വെട്ടമാണ് റീസ് മൂട്ടി വെയിലടിച്ചിട്ടെന്ന് തോന്നുന്നു ഞാൻ പൊന്തി വന്നത്. അപ്പോൾ അത്രയും നേരമായിട്ട് ഞാൻ കിടന്നുറങ്ങുന്നത് തൊട്ട് എൻ്റെ ഫ്രണ്ട് വിളിച്ച് എണീപ്പിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഈ വീഡിയോ ഒക്കെ എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വിരിച്ചൊന്നും ഇടത്തില്ല, ഞാൻ മടക്കിയിടത്തേ ഉള്ളൂ. ഇത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ്. ലേറ്റായി ഇങ്ങനെ എനിക്ക് ഓടലാണ് പോയത്. പിന്നെ വന്നാണ് അതൊക്കെ ചെയ്യുന്നത് കേട്ടോ. റൂമിൻ്റെ അടുത്ത് തന്നെയാണ് സെൻറ്റർ. പിന്നെ കണ്ണുറങ്ങി പിന്നെ ഞാൻ കുളിക്കാനായിട്ട് പോവാണ് കേട്ടോ. കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. വന്നിട്ട് പിന്നെ നമുക്ക് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടോ ആദ്യം മുഖമൊക്കെ ഒന്ന് നല്ലോണം തുടച്ച് കഴിഞ്ഞിട്ട് ബേസിക്കലി എന്തോരം മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. തീർന്നു പോയി, ഇത് വാങ്ങണം, തീർന്നു ഞാൻ അറിഞ്ഞില്ല, അതേപോലെ യൂസ് ചെയ്തിട്ട്. പക്ഷേ അത് തേച്ചിട്ട് നല്ല മാറ്റമൊക്കെ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സ്കിൻ കെയർ ചെയ്തു, എൻ്റെ പിരികൊക്കെ ഫില്ല് ചെയ്തു. കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ തരുന്നത്. ഈ ഡേ ഇൻ ലൈഫ് ഇഷ്ടപ്പെടുന്നത് നിങ്ങളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഇങ്ങനത്തെ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നേരത്തെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്നു ഡ്യൂട്ടിക്ക്. എനിക്കെന്ന് താമസിച്ച് ചെന്നാൽ മതിയായിരുന്നല്ലോ. അതുകൊണ്ട് കുറേ സമാധാനത്തോടെ ഞാൻ കിടന്ന് ഉറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്തിട്ട് കുറച്ചേ ഇടുന്നുള്ളൂ. വെയിലത്തോട്ട് ഞങ്ങൾ അധികം ഇറങ്ങുന്നില്ല. അതുകൊണ്ട് 3 ഫിംഗർ റൂൾസ് ഒന്നും ഫോളോ ചെയ്യാതെ കുറച്ച് ഞാൻ ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ടിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സൺസ്ക്രീനെ പറ്റി പറയാമെന്ന് വെച്ചാൽ വൈറ്റ് കാസ്റ്റ് നല്ല രീതിയിലുണ്ട് കേട്ടോ. നല്ല രീതിയിൽ നല്ലൊരു 10 മിനിറ്റ് ബ്ലെൻഡ് ചെയ്ത് പോകും. അത് കഴിഞ്ഞിട്ടൊരു ഗ്ലോയിങ് ഫിനിഷ് കിട്ടും കേട്ടോ ഫേസിൽ. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതാണ്. ഡേ ഫുൾ നിൽക്കും. വെയിലത്തിറങ്ങി കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല എങ്ങനെയാണെന്ന്. കാരണം ഞാൻ ഇതിട്ടുണ്ട് വെയിലിറങ്ങാറില്ല. ഞാൻ അകത്ത് തന്നെ ഇരിക്കുകയാണ്, ഫുൾ ടൈം അകത്ത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ ചെയ്ത് മേക്കപ്പ് എല്ലാം ചെയ്തതിനിടയ്ക്ക് സാറ് വിളിച്ചെന്നെ രാവിലെ തെറി പറഞ്ഞു. കാരണം വീഡിയോ എടുത്ത് ലേറ്റ് ആയതറിഞ്ഞില്ല. ഇതിലിട്ട് എന്താ ഡ്യൂട്ടിക്ക് ഇറത്തുനിന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് സിറമൊക്കെ തെച്ച് മുടിയൊക്കെ നല്ല സെറ്റാക്കിയിട്ട് സ്മൂത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പം ഞാൻ സിറം തേച്ചതെടുത്തേ മോന്തയ്ക്ക് തേച്ച്. അത് ആ മോന്ത അത്രേ വിളിച്ചിരിക്കുന്നത്. സിറം കൈ തേച്ചാൽ ഞാൻ മറന്നുപോയി. പിന്നെ കുറച്ച് പൗഡർ ഇട്ട് അഡ്ജസ്റ്റൊക്കെ ചെയ്തിട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ സെൻറ്റർ വന്നിട്ടോ. സെൻറ്ററിൽ വന്നിട്ട് ഇവരെല്ലാം അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നു, കുറച്ച് പേര് ഫോണിൽ കളിക്കുന്നു. ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ എന്നോട് പറയുകയാണ് ചായ കുടിക്കാനൊക്കെ. ഞാൻ പിന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ കുറച്ച് ചായ കുടിച്ചും പട്ടി ഷോ. അപ്പോൾ എൻ്റെ കൂട്ടുകാരും വർക്ക് ലീവ് കഴിഞ്ഞ് വന്നതേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ മുഖം ഭയങ്കരമായിട്ട് നീര് വെച്ചിരിക്കുന്നു പറഞ്ഞു. ഐലൈനർ എഴുതിയിട്ടില്ല. ചിലപ്പോൾ അതിൻ്റെ ഒന്നും പറഞ്ഞ് ഞാൻ കണ്ണെഴുതാമെന്ന് വിചാരിച്ചു. കണ്ണെഴുതിക്കൊണ്ടിരിക്കുന്നിടയ്ക്ക് ലീവാക്കിയ ആളോട് തലേദിവസത്തെ കാര്യങ്ങൾ മൊത്തം പറഞ്ഞു കൊടുത്തിരുന്ന് ചിരിക്കുകയാണ്. അതാണ് ഭയങ്കര ചിരി. ആ ചിരി ഇതിനകത്ത് ആടിയണമെന്നുണ്ടായിരുന്നു, പക്ഷേ ചിരി മാറി നിൽക്കും. അതുകൊണ്ടാണ് കേട്ടോ. നല്ല വൃത്തികേടായിരുന്നു ചിരിയൊക്കെ, പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കുറേ നേരമായിട്ട് ഞാൻ കണ്ണെല്ലാം എഴുതിയിട്ട് പിന്നെ എല്ലാവരോടും ചോദിച്ചു. ഇപ്പോൾ ഓക്കെ നീര് പോലെ ഇരിക്കുമായിരുന്നു. ഒരു വീക്ക് ഉറക്കൊണ്ടിട്ട് എൻ്റെ അത് മാറുന്നില്ലായിരുന്നു. 2-3 ദിവസമായിട്ട് ഫേസ് ഭയങ്കര ഡള്ളായിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു. അയ്യോ, ശ്വാസം മുട്ടിപ്പോയി ഇത്ര അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക്. ഇനി എന്താ പറയണ്ടേ, ഞാനങ്ങനെ ഡേ ഇൻ ലൈഫ് എടുക്കാത്തതുകൊണ്ട് എങ്ങനെ ഇവിടുന്ന് തുടങ്ങണമെന്ന് ഒരു പിടിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിന്ന് ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ തന്നെയാണ് അവിടെ കുക്കെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ടുള്ള ടൈമിലൊക്കെ ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് ഉറക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ അരിഞ്ഞു കൊടുക്കുന്നത്, തേങ്ങ തിരുമ്മുന്നത്, അങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പോൾ ചേച്ചിയാണ് വാളിച്ച് ചെന്നിട്ട് കറി വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ചോമോളതിനകത്ത് നൈസായിട്ട് പെറുക്കുകയാണ് വറക്കാൻ. ഞങ്ങൾക്ക് വറുത്ത കറി വെക്കുന്നത് ഇഷ്ടമാണ്. പിന്നെ ഞങ്ങളുണ്ട് അവിടെ ഇരുന്ന്. അവളെ ഞാൻ ശല്യം ചെയ്യുന്നു, അവൾ അവിടെ ചിക്കൻ കറി വെക്കുന്നു. നമ്മളെ മാള ചേച്ചി പിന്നെ ക്ഷീണം കാരണം പോയി കിടന്ന് പറയുകയും ചെയ്തു. പിന്നെ നമ്മുടെ കുഞ്ഞുമായിട്ട് നിന്ന് അവളുമായിട്ട് നിന്ന് കുറച്ച് നേരം കളിച്ച്. ഇതെപ്പോഴും ഉള്ളതാണ് കേട്ടോ. ഇവളമാരെ ശല്യം ചെയ്യുന്നതാണ് എൻ്റെ മെയിൻ പരിപാടി. പണിയൊന്നും എടുക്കില്ലെങ്കിൽ ഇവരെ ശല്യപ്പെടുത്തി ചുമ്മാ സൈഡിൽ കൂടെ നടക്കും. ഇതൊക്കെയാണ് എൻ്റെ ഹോബി. പിന്നെ ഇവരതുകൊണ്ട് തല്ലത്തില്ല, പാവങ്ങൾ. ഞാൻ തല്ലുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ കറി അങ്ങനെ വെച്ച് അതാണ് സെറ്റ് എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് ഒതുക്കിയൊക്കെ കൊടുക്കും കേട്ടോ. ഇങ്ങനെ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പുറകെ കൊടുക്കും. ഞാൻ അതെല്ലാം കേട്ടോ അവിടെ വരുന്ന ദൂരെ എന്നെ കാണല്ലേ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്ക് ഇങ്ങനെ ചിരിയും കളിയും തമാശയൊക്കെ ആയിട്ട് പോവാണ്. പക്ഷേ നമ്മൾ ജോലി സ്ഥലത്ത് നമുക്ക് നല്ലൊരു ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ടൈം പോകുന്ന തരത്തില്ല. പിന്നെ ഇവളെ കുറച്ച് നേരം കെട്ടിപ്പിടിച്ചൊക്കെ നിൽക്കുകയാണ്. ഞങ്ങളുടെ എപ്പോഴും അടിയാണ് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇതുപോലത്തെ വീഡിയോ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ. പിന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇന്നത്തെ വ്ലോഗ് അവസാനിച്ചു. ടാറ്റ.